ആ ചേട്ടൻ വന്നോ? എന്റെ അച്ഛൻ വന്നിരിപ്പോ. ജോലി കഴിഞ്ഞ് മടുത്തു വന്നു. ഇങ്ങനെ ഇപ്പൊ വന്നു. ചേട്ടാ അങ്ങനെയൊന്നും പറയാതെ അച്ഛൻ കേക്കും. ഓ വന്നോ? ഞാനെങ്ങനെ നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. എന്റെ കുടുംബത്തിനെ പറ്റി നിങ്ങൾ തന്നെ പറഞ്ഞോണ്ടിരുന്നത്. നിങ്ങളുടെ കുടുംബത്തിലെ ആണുങ്ങളൊക്കെ വെച്ചിട്ട് ദേഷ്യക്കാരാണെന്നും പെണ്ണുങ്ങളെ വരച്ച വരയാ നിർത്തുന്നതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് പറയുമായിരുന്നു. ഞങ്ങളുടെ തറവാട്ടിലുള്ളവർ കുറച്ച് ദേഷ്യക്കാരാ. അച്ഛൻ എന്നെല്ലാം കഴിച്ചായിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. എന്തിനാ പുറത്തുനിന്ന് വാങ്ങുന്നത്? നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. മോനെ പുറത്തുനിന്നും മേടിക്കണം, നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. ശരി, അങ്ങനെ ആട്ടെ. എന്നാ മക്കള് സംസാരിച്ചിരി, ഞാൻ അമ്മേനെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് വരാം. മക്കളെ അമ്മ പറയുമായിരുന്നു. നീ ആ റീൽസ് കണ്ടോണ്ടിരിക്കാതെ ഒന്ന് പാത്രം കഴിയുക, അല്ലെങ്കിൽ ആ കറി നിനക്ക് എന്നേലും ചെയ്യടി. എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല, തന്നെ അങ്ങോട്ട് ചെയ്തു. അല്ലേലും എല്ലാ ദിവസവും ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. അച്ഛൻ വന്നായിരുന്നോ? അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛൻ പറഞ്ഞത് ശരിയാ. ഞങ്ങളുടെ തറവാട്ടുകാർ പെണ്ണുങ്ങളെ വരച്ചു വരാനേ നിർത്തുന്നത്. ദേശക്കാരുവാ. പക്ഷെ അച്ഛൻ എന്നോട് ഒരു കാര്യം മറച്ചു വെച്ചു. എന്നതാ മോനെ? നിങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങൾ ഗുസ്തിയും കളരിയും കരാട്ടയൊക്കെ പഠിച്ചിട്ടുള്ള കാര്യം. അതെങ്ങനെയാ മോനെ നീ അറിഞ്ഞേ? ഒറ്റ ദിവസം പാത്രം കഴുകുകയെന്ന് പറഞ്ഞതുള്ളൂ. പിന്നെ നടന്നത് ചരിത്രമാ. ഇപ്പം ഡെയിലി ഞാനാ പാത്രം കഴുക്ക്, തുണിയലക്ക്, കക്കൂസ് കഴുക്ക് എല്ലാം. മക്കളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലല്ലേ ആയുള്ളൂ. 25 കൊല്ലമായി ഡാഡിയുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഈ പറഞ്ഞ പണിയൊക്കെ ഡാഡി ഒറ്റയ്ക്കാ ചെയ്തോണ്ടിരുന്നത്. അയ്യോ, എന്റെ ചിക്കൻ കറി ഇന്ന് അവളെന്റെ പുറത്ത് തബല കൊട്ടും.